നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് പോരും സീറ്റ് തർക്കങ്ങളും മുറുകുമ്പോൾ പാലക്കാട് നിന്ന് വേറിട്ടൊരു കാഴ്ച. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നേതാക്കൾ കടിപിടി കൂടുന്ന ഈ കാലത്ത് യഥാർത്ഥ പ്രവർത്തകൻ എന്നാൽ ഇങ്ങനെയാക്കണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനും സീറ്റില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയും കോൺഗ്രസിന് തലവേദനയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് നടത്തിയത് വിസ്മയിപ്പിക്കുന്ന നീക്കമാണ്. പാലക്കാട് സീറ്റിൽ താൻ മത്സരിക്കണോ വേണ്ടയോ എന്നത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം. ഒടുവിൽ പാലക്കാട് രമേശ് പിഷാരടിയെ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പരിഭവമില്ലാതെ ഒരക്ഷരം എതിർത്ത് പറയാതെ ആ തീരുമാനത്തെ രാഹുൽ സ്വാഗതം ചെയ്തു. ദേഷ്യമില്ല, പകയില്ല, സമ്മർദ്ദമില്ല, പാർട്ടിയാണ് വലുതെന്ന് അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്തു. രമേശ് പിഷാരടിയെ പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വാർത്ത വന്നപ്പോഴും രാഹുൽ നൽകിയ പിന്തുണ അണികളിൽ വലിയ ആവശ്യമാണ് ഉണ്ടാക്കിയത്. ഇതുപോലെയുള്ള പ്രവർത്തകരെയാണ് പാർട്ടിക്കും നാടിനും ആവശ്യമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. മോശം കാലം കഴിഞ്ഞ രാഹുലിന് നല്ല നേരം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അണികൾ ഈ പോസ്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ഥാനമാനങ്ങളെക്കാൾ പാർട്ടി സ്നേഹിക്കുന്ന രാഹുലിന്റെ നിലനിൽപ്പ് നേരത്തെ തന്നെ അണികൾക്കിടയിൽ ആവശ്യമായിരുന്നു. ഇതിനിടെ റാന്നിയിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി രാഹുൽ അവിടേക്കുമെത്തി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നടന്ന റോഡ് ഷോയ്ക്കിടെയാണ് രാഹുലിന്റെ ഔദ്യോഗിക വാഹനം കടന്നു വന്നത്. പ്രചാരണ വാഹനത്തിനരികിലെത്തിയ രാഹുലിനെ കണ്ടതോടെ പ്രവർത്തകർ ആവേശത്തിലായി. വണ്ടി നിർത്തി പുറത്തിറങ്ങിയ രാഹുലിന് പ്രവർത്തകർ ഹസ്തദാനം നൽകുകയും ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ താൻ പ്രചാരണത്തിനായി വന്നതല്ലെന്ന് രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാലക്കാട് നിന്നും അടൂരിലേക്ക് പോകുന്ന വഴിയാണിത്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രവർത്തകരെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ പ്രചാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ UDF സ്ഥാനാർത്ഥി പഴകുളം മധു മികച്ച വിജയം നേടും. ഇതായിരുന്നു രാഹുലിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ പ്രതികരണം. സംഭവം രാഷ്ട്രീയ വിവാദമാക്കുവാൻ നോക്കിയവർക്ക് സ്ഥാനാർത്ഥി പഴകുളം മധു തന്നെ പിന്നീട് മറുപടി നൽകി. രാഹുൽ തന്റെ മണ്ഡലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. സ്വന്തം സഹപ്രവർത്തകരെ കണ്ട് സംസാരിച്ചതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ പരാതിയുടെ ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ സർപ്രൈസ് വിസിറ്റ് റാന്നിയിലെ UDF ക്യാമ്പുകളിൽ വലിയ ആവശ്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ പ്രചാരണ വഴിയിലെത്തിയത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടിയുമായി പഴകുളം മധു രംഗത്ത് വരികയായിരുന്നു. രാഹുൽ പാർട്ടിക്കകത്തില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ പഴയകാല സുഹൃത്താണ്. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. താൻ തന്നെ കൈപിടിച്ചുയർത്തി പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് രാഹുലെന്നും അദ്ദേഹം അവിടെ വന്നത് ഒരു മഹാപരാധമായി കാണുന്നില്ല എന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുള്ള ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളെ കുറിച്ചുള്ള ചോദ്യത്തിന് സത്യാവസ്ഥ കോടതിയാണ് തെളിയിക്കേണ്ടത്. ഇതായിരുന്നു പഴകുളം മധുവിന്റെ മറുപടി. പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനല്ല രാഹുൽ വന്നതെന്നും യാത്രാമധ്യേ കണ്ടപ്പോൾ സംസാരിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി എങ്കിലും അണികൾക്കിടയിലും ചില നേതാക്കൾക്കിടയിലും രാഹുലിനുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു റാന്നിയിലെ ഇക്കാഴ്ച. ഒരു വശത്ത് കേസുകളും അന്വേഷണവും നടക്കുമ്പോൾ മറുവശത്ത് ഈ സൗഹൃദ പ്രകടനം കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാർട്ടിക്കകത്തല്ല, ലൈംഗിക പീഡന പരാതികൾക്ക് പിന്നാലെ കടുത്ത നടപടിയാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. എന്നാൽ റാന്നിയിൽ കണ്ടത് മറ്റൊന്നാണ്. തന്നെ കൈപിടിച്ചുയർത്തിയ ആളാണ് പഴകുളം മധു എന്ന് രാഹുൽ ഓർക്കുന്നുണ്ട്. തിരിച്ചും മധു അത് ശരിവെക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഇത്തരം സർപ്രൈസ് വിസിറ്റുകൾ വരുത്തുന്ന രാഷ്ട്രീയ ആഘാതവും ചെറുതല്ല. ഇടതുപക്ഷവും മറ്റു രാഷ്ട്രീയ എതിരാളികൾക്കും ഈ ഒരു കൂടിക്കാഴ്ച എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പീഡനക്കേസിൽ പ്രതിയായ പാർട്ടി പുറത്താക്കിയ ഒരാളെ UDF സ്ഥാനാർത്ഥി പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കോടതി തീരുമാനിക്കട്ടെ എന്ന പഴകുളം മധുവിന്റെ മറുപടി നിയമപരമായി ശരിയാണെങ്കിലും രാഷ്ട്രീയമായി അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് വരും ദിവസങ്ങളിലൊക്കെ തന്നെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നതോടെ രണ്ടഭിപ്രായമാണ് ഉയർന്നത്. രാഹുലിനെ പോലുള്ള യുവ നേതാക്കളെ പാർട്ടിക്ക് വേണം, അദ്ദേഹം തിരിച്ചു വരുമെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ അച്ചടക്ക നടപടി നേരിടുന്ന ഒരാളെ ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. പഴയ പോസ്റ്റുകളിൽ കണ്ടതുപോലെ യഥാർത്ഥ പ്രവർത്തകൻ എന്ന ഇമേജ് രാഹുൽ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഈ കേസുകൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ്. നമുക്കറിയാം, മാർച്ചിലെ കോടതി വിധികൾ രാഹുലിന് ചെറിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന കേസിലും മറ്റും ജാമ്യം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പീഡന പരാതികളിലെ വിചാരണ ഇനിയും ബാക്കിയാണ്.
ഈ നിയമ പോരാട്ടം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും രാഷ്ട്രീയക്കാരനും ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായി തുടരുകയാണ്. റാന്നിയിലെ ആ അപ്രതീക്ഷിത കൂടിക്കാഴ്ച രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉറ്റുനോക്കേണ്ടത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം സമ്മാനിച്ച അവിടുത്തെ വോട്ടർമാർക്ക് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ വെറുമൊരു നേതാവല്ല, മറിച്ച് തങ്ങളുടെ ശബ്ദമാണ്. പാർട്ടിക്കകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാലക്കാട്ടുകാരുടെ മനസ്സിൽ രാഹുലിനുള്ള സ്ഥാനം എന്താണെന്ന് വരും ദിവസങ്ങളൊക്കെ തന്നെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റു പല നേതാക്കളും സീറ്റ് കിട്ടാത്തപ്പോൾ വിമതരായി മത്സരിക്കാനും പാർട്ടി വിടാനും തയ്യാറാകുന്ന ഈ കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത്. പാലക്കാട് സീറ്റിൽ മത്സരിക്കാൻ രാഹുലിന് 100% അർഹതയുണ്ടെന്നാണ് അണികൾ വിശ്വസിച്ചത്. എന്നാൽ പാർട്ടി മറ്റൊരു തീരുമാനമെടുത്തപ്പോൾ അതാണ് എന്റെ പാർട്ടിയുടെ തീരുമാനമെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് പിന്മാറാൻ കാണിച്ച ആ വലിയ മനസ്സ്, അത് രാഷ്ട്രീയത്തിൽ നിന്ന് അപൂർവമാണ്. സ്വതന്ത്രനായി മത്സരിക്കാൻ പലരും പ്രേരിപ്പിച്ചിട്ടും പാർട്ടിയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതിനെയാണ് നാം യഥാർത്ഥ രാഷ്ട്രീയ അച്ചടക്കമെന്ന് വിളിക്കേണ്ടത്. പാലക്കാട് തെരുവുകൾ ഇന്നും രാഹുലിന്റെ പേര് കേൾക്കുമ്പോൾ അണികൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ രാഹുൽ തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അവിടുത്തെ വോട്ടർമാർ. രാഷ്ട്രീയ പകപോക്കലുകളുടെ ഭാഗമായാണ് അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ പാലക്കാടുണ്ട്. വികസന കാര്യങ്ങളിലും യുവജനങ്ങളെ ഒപ്പം നിർത്തുന്നതിലും രാഹുൽ കാണിച്ച മികവ് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഇത്രയും സ്വീകാര്യത നൽകുന്നത്. മോശം നേരം കഴിഞ്ഞ് നല്ല നേരം വരും. രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കോടതിയുടെ തീർപ്പ് വരാനിരിക്കുന്നതേയുള്ളൂ. തന്റെ നിരപരാധിത്വം തെളിയിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കരുത്തോടെ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് തന്നെയാണ് അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. റാന്നിയിൽ കണ്ട ആ ജനക്കൂട്ടവും പ്രവർത്തകരുടെ സ്നേഹവും അതിനുള്ള തെളിവാണ്. അധികാരത്തെക്കാൾ വലുതാണ് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമെന്ന് തെളിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠപുസ്തകമാണ്. സീറ്റിനായി കലഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത ഈ തീരുമാനത്തെ അണികളും ബഹുമാനിക്കുന്നുണ്ട്. അധികാരത്തിന് പിന്നാലെ പായുന്ന നേതാക്കൾക്കിടയിൽ പാർട്ടിയുടെ തീരുമാനം ശിരസാവഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേറിട്ട കാഴ്ചയാണ് നൽകുന്നത്. റാന്നിയിലെ ആൾക്കൂട്ടവും പാലക്കാട്ടെ ജനവികാരവും നമ്മോട് പറയുന്നത് ഒന്ന് മാത്രം: രാഷ്ട്രീയത്തിൽ ഒന്നും അവസാന വാക്കല്ല. പലരും കരുതിയത് കേസുകളെ വിവാദങ്ങൾ വന്നതോടെ രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ അപ്രസക്തമാക്കുന്നാണ്. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കിടയിലും തളരാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം കാണിച്ച ധൈര്യം ശ്രദ്ധേയമാണ്. സീറ്റില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ നേതാവെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്ത ആ നിലപാട് കോൺഗ്രസ് അണികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമാണ് നേടിക്കൊടുത്തത്. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഒരു കാത്തിരിപ്പാണ്. കോടതിയുടെ തീർപ്പുകൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്തോടെ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് മടങ്ങി വരുമെന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ പോസ്റ്റ് പറയുന്നത് പോലെ മോശം നേരം കഴിഞ്ഞ നല്ല നേരം വരും. യുവത്വത്തിന്റെ ആവശ്യം കൈവിടാത്ത പ്രവർത്തകർ ഇന്നും വിശ്വസിക്കുന്നത് രാഹുലിന്റെ കാലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്.